ഞാൻ തൊൽഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ജെ സീരീസ് വരുന്ന ക്ലാസിക്കാണ്, റിബോൺ ക്ലാസിക്കാണ്. ഇത് 20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി. അപ്പോൾ എല്ലാ ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് ക്ലാസിക് വേണോ, സ്റ്റാൻഡേർഡ് വേണോ, UC വേണോ, ജെ സീരീസ് വേണോ, അതായത് ന്യൂ മോഡൽ ക്ലാസിക്, ന്യൂ മോഡൽ എൻജിൻ, റീഫൈൻഡ് ആയിട്ടുള്ള എൻജിനാണ്, ഏതാണ് നല്ല, ഏതാണ് മെയിൻ്റെനൻസ് കുറവ് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ രണ്ട് വണ്ടിയെക്കുറിച്ച് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, ഇപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ എടുക്കുന്ന ആളുകളെ കുറിച്ചാണ് പറയാനുള്ളത്. യൂസ്ഡ് വണ്ടികൾ എടുക്കുന്ന ആളുകൾ, ഇപ്പോൾ യൂസ്ഡ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണല്ലോ ജെ സീരീസ്, അത്യാവശ്യം നല്ലോണം കിട്ടാനുള്ള വണ്ടിയാണ്. അപ്പോൾ ജെ സീരീസ് ആകുമ്പോൾ നമുക്കുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, യൂസ്ഡ് മാർക്കറ്റിൽ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ആദ്യമേ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ബാറ്ററി ഒരു 3 വർഷത്തിൽ പഴക്കമുള്ള ബാറ്ററിയൊക്കെയാണ് അടുപ്പിച്ച്, അതായത് മാക്സിമം വലിപ്പിച്ച് ബാറ്ററി ഡെഡ് ആവാതെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് ഡാഷിൻ്റെ ഹെൽത്ത് ചെക്ക് ചെയ്തിട്ട് നമ്മൾ ബാറ്ററി മാറ്റി കളയണം. കാരണം ഈ ഒരു വണ്ടി കിക്കറില്ല എന്നുള്ളത് കൊണ്ട് പെട്ടെന്നൊക്കെ ചില സമയത്ത് വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഒരു തിരിച്ചു വരുമ്പോൾ വണ്ടി സ്റ്റാർട്ടായിക്കൊള്ളണമെന്നുണ്ടാവില്ല. ചെറും ഇഗ്നിഷൻ ഓണാവും, പിന്നെ ഹോണൊക്കെ അടിയുന്നുണ്ടാവും, സെൽഫ് വർക്ക് ചെയ്യില്ല. കാരണം ഇതിന് എല്ലാ ഇലക്ട്രിക്കൽ പാർട്സും ECM വർക്ക് ചെയ്യണം, പമ്പ് വർക്ക് ചെയ്യണം, അതിൻ്റെ കൂടെ എല്ലാം വർക്ക് ചെയ്യും. സെൻസറിന് എല്ലാത്തിനും വോൾട്ടേജ് എടുത്തതിന് ശേഷം ബാക്കി ക്രാങ്കിലേക്കും കൂടെ പോകുന്ന സമയത്ത്, ക്രാങ്കിങ്ങിന് ഇലക്ട്രിക് മോട്ടറിലൂടെ പോകുന്ന സമയത്ത് ലോഡ് വലിക്കില്ല, ആ സമയത്ത് വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഗിയറിലിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തൊക്കെ വണ്ടി കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. അത് ഗിയർ ബോക്സിനൊക്കെ വളരെ കംപ്ലയിൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ബാറ്ററി അങ്ങ് മാറ്റിക്കളയുക. അതിന് 2,000 രൂപ പോകുമെന്ന് കരുതിയിട്ട് അതിന് പിശുക്ക് കരുതുക, അതിനപ്പുറം ചിലവ് നമുക്ക് വേറെ ഉണ്ടാവും കേട്ടോ. ഇതാണ് ജെ സീരീസിനെ കുറിച്ച് പറയുന്നത്. കാരണം കിക്കറില്ല ഈ വണ്ടിക്ക്, കിക്കർ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വണ്ടി കിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ UC വണ്ടികൾ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്, ഇപ്പോൾ നമുക്ക് സെൽഫ് അടിഞ്ഞില്ല എങ്കിലും കിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതിനൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഇറക്കൊക്കെ ഗിയറിട്ട് സ്റ്റാർട്ടൊക്കെ കാരണം വണ്ടിൻ്റെ എഞ്ചിൻ അത്രയും ഹെൽത്തിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യാതെ മാക്സിമം ബാറ്ററി മാറ്റി കൊടുക്കുക ജെ സീരീസ് വണ്ടി എടുക്കുമ്പോൾ. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ കിക്കറില്ല എന്നുള്ള ഒരു മൈനസ് ആയിട്ട് ഇപ്പോൾ ഒരു വണ്ടിയിൽ കിക്കറില്ല. പക്ഷേ നമ്മൾ ഇത്രയും കാലം ഉപയോഗിച്ച് വന്ന ഒരു ഇത് വെച്ചിട്ട് വളരെ ഡിഫറെൻ്റായി വരുമ്പം ഈ ഒരു വിഷയം വളരെ വിഷയമായിട്ട് വരും. ചില സമയങ്ങൾ കിക്കർ ഉണ്ടായിരുന്നെങ്കിൽ തോന്നിപ്പോകുന്ന സമയം ഉണ്ടാവും. അപ്പം അതൊരു വിഷയമായിട്ട് വരാറുണ്ട്. പിന്നെ അതുമാതിരി തന്നെ സ്റ്റാർട്ടാവാത്ത വിഷയങ്ങൾ, ഒരുപാട് ആളുകൾ സ്റ്റാർട്ടിങ്ങിൻ്റെ വിഷയങ്ങൾ വല്ലാതെ കൂടുതൽ വരുന്നുണ്ട്. BS6 ആണെങ്കിൽ BS6ൻ്റെ മുകളിലുള്ള വണ്ടികളൊക്കെ സൈഡ് സ്റ്റാൻഡ് ഇട്ട് സർവീസ് ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാകാൻ നിൽക്കുകയാണ്. അതിന് സൈഡ് സ്റ്റാൻഡിൻ്റെ സെൻസർ വരുന്നുണ്ട്. സൈഡ് സ്റ്റാൻഡ് സെൻസർ ഓക്കെ അല്ല എങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ സ്റ്റാർട്ടായാൽ തന്നെ സ്റ്റാർട്ടായാൽ ഗിയറിലിട്ട് കഴിഞ്ഞാൽ അപ്പം വണ്ടി ഓഫാവും. അപ്പോൾ ആ ഒരു സമയത്ത് സെൻസർ സൈഡ് സ്റ്റാൻഡൊക്കെ 3-4 പ്രാവശ്യം പിന്നെ ഓൺ ആൻഡ് ഓഫ് ആക്കുക സൈഡ് സ്റ്റാൻഡ്. എന്നിട്ട് ആ പൊസിഷൻ ഒന്ന് മാറ്റി നോക്കിയിട്ട് ശരിക്കും ശ്രദ്ധിച്ച് നോക്കുക, വണ്ടി ഓടുന്നുണ്ടോ, ഗിയറിലിടുമ്പോൾ ഓഫ് ആകുന്നുണ്ടെങ്കിൽ എപ്പോഴും സൈഡ് സ്റ്റാൻഡിൻ്റെ പ്രശ്നമായിരിക്കും. അതും ശ്രദ്ധിക്കുക ഉപയോഗിക്കുന്ന ആളുകൾ കേട്ടോ. വാർഡ് സർവീസ് കഴിഞ്ഞിട്ട് ശേഷമാണെങ്കിലും കൂടെ നമുക്ക് വണ്ടി സ്റ്റാർട്ടായിട്ട് വണ്ടി ഗിയറിലിടുമ്പോൾ ഓഫ് ആകുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതൊരു വിഷയമാണ്, അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ന്യൂ ജനറൽ വണ്ടികൾ, അഡ്വാൻസ്ഡ് ആയിട്ട് വണ്ടികൾ, സെൻസറുള്ള ഒരുപാട് വണ്ടികൾ, അതൊക്കെ നാക്കഡ് വണ്ടികളാണ്. അപ്പോൾ ഒരുപാട് ഇപ്പോൾ ഫുൾ സെൻസറുകൾ ഫുൾ പാക്കഡ് അല്ല, കാറിൻ്റെ മാതിരിയാണല്ലോ. കാറിൻ്റെ ഒരു ഇതെല്ലാ സെൻസറുകളും ഇപ്പോൾ നമുക്ക് ആ ബൈക്കിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കാറിൻ്റെ സെൻസർ ഒരു വെള്ളം കിടക്കാത്ത ഏരിയകളിലാണ് കൂടുതൽ സെൻസർ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ അങ്ങനെ അല്ല. അപ്പം ആ ഒരു കാര്യം വാട്ടർ സർവീസ് ചെയ്യുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം. ഹൈ പ്രഷർ വാഷ് വളരെ പരമാവധി ഉപയോഗിക്കുക, നിങ്ങൾ വണ്ടിക്ക് ലോങ് ലൈഫ് ഉണ്ടാവും. പിന്നെ ഒരു മൈനസ് എന്ന് പറഞ്ഞാൽ ജെ സീരീസ് വണ്ടികൾ, UC വണ്ടികൾ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് ഇത് വെച്ച് നോക്കും, കാർബറേറ്റർ വണ്ടിക്ക് അന്യായമായിട്ട് വില ചാർത്തിയിട്ട് വെക്കുന്ന ഒരുപാട് ഡീലർമാരുണ്ട്. അതിൻ്റെ പുറകൊന്നും പോകാതിരിക്കുക കേട്ടോ. കാരണം 1.30, 1.40 കൊടുത്തിട്ട് ഒരു UC വണ്ടി എടുക്കുന്നേക്കാൾ എന്തുകൊണ്ടും നല്ലത് ജെ സീരീസ് വണ്ടി 2 ലക്ഷം രൂപ കൊടുത്തിട്ട് ജെ സീരീസ് വണ്ടി 5 വർഷത്തെ വലിയൊരു ടെൻഷൻ ഇല്ലാതെ കറക്റ്റ് സർവീസ് ചെയ്യണം എന്നുള്ളതല്ല. അതിൻ്റെ കുറിച്ച് എന്ത് കംപ്ലയിൻസ് വന്നാലും ആ ഒരു പാർട്സിൻ്റെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് വണ്ടി കൊണ്ടെടുക്കാൻ പറ്റും 5 വർഷം. എല്ലാ പാർട്സും അല്ല, വാറണ്ടി കവർ ചെയ്യുന്ന പാർട്സുകളെ കുറിച്ചാണ് പറഞ്ഞു കേട്ടോ. അപ്പം എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത്. അത് ശ്രദ്ധിക്കുക. 1.30, 1.40 കൊടുത്തിട്ട് ഒരിക്കലും UC വണ്ടി എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ ജെ സീരീസ് വണ്ടി എടുത്ത് അതിൻ്റെ റീഫൈൻമെൻറ്റ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഏറ്റവും റീഫൈൻഡ് എഞ്ചിനാണ്. ഒരു ബുള്ളറ്റ് ഉപയോഗിച്ച് പരിചയമില്ലാത്ത ആൾ, പഴയ ബുള്ളറ്റൊക്കെ UC വണ്ടി, എഞ്ചിൻ വണ്ടി ഉപയോഗിച്ച് പരിചയമില്ലാത്ത ആളുകൾക്ക് ഏറ്റവും നല്ല വണ്ടികൾ ഈ ജെ സീരീസ് വണ്ടിയായിരിക്കും. ന്യൂജൻ ആളുകളെ മാത്രം കണ്ടിട്ടുള്ളൊരു വണ്ടിയാണല്ലോ ജെ സീരീസ് വണ്ടികൾ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഓക്കെയാണ്. പിന്നെ അതേപോലെ ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്കും വൈബ്രേഷന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കൊണ്ടെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകൾക്കും നല്ലത് ജെ സീരീസ് വണ്ടി തന്നെ ആയിരിക്കും. അല്ലാതെ ബുദ്ധിമുട്ടും ബാക്ക് പെയിനും ഒന്നും ഇല്ലാത്ത രീതിയിൽ വണ്ടി കൊണ്ടെടുക്കാൻ പറ്റും കേട്ടോ. വൈബ്രേഷൻ 0 എന്നും പറയില്ല, എന്നാലും വൈബ്രേഷൻ വളരെ താരതമ്യേന കുറവായതുകൊണ്ട് നമുക്ക് റിഫൈൻഡ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ യാത്രാസുഖം കുറച്ചൊരു കൂടുതൽ ഈ ജെ സീരീസ് വണ്ടി കിട്ടുന്നുണ്ട്.
അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ സർവീസ് വൈസ് നോക്കുക എന്നുണ്ടെങ്കിൽ കൂടെ, അതായത് ഇത് അടിക്കടി വാൽവ് ക്ലിയറൻസ് ആവശ്യമുള്ള വണ്ടിയാണ്. എല്ലാ സർവീസിനും ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയും. വാൽവ് ക്ലിയറൻസ് പറഞ്ഞാൽ ടാപ്പറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളത്. യൂസി വണ്ടികൾ ആ ഒരു സിസ്റ്റം എല്ലാം ഹൈഡ്രോളിക് ടാപ്പറ്റ് ആയതുകൊണ്ട് തന്നെ ഓയിലിൽ എന്തെങ്കിലും കുറവ് വന്നാലോ അല്ലെങ്കിൽ ഓയിൽ മാറ്റാൻ വൈകി ഓയിൽ എന്തെങ്കിലും കച്ചറൊക്കെ അടിഞ്ഞിട്ട് ഹൈഡ്രോളിക്കൊക്കെ ബ്ലോക്ക് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ടാപ്പറ്റ് നോയ്സ് വരും. ഹൈഡ്രോളിക് ഫ്രീ ആവുന്ന സമയത്തേ ടാപ്പറ്റ് നോയ്സ് വരാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വശം വെച്ച് നോക്കുക എന്നുണ്ടെങ്കിൽ ആ ഒരു സർവീസിൻ്റെ ചിലവ് വളരെയധികം കുറവാണ് യൂസി വണ്ടികളിൽ. ആ ഒരു ഭാഗം നോക്കേണ്ട കാര്യമല്ല. ഇപ്പോൾ ഹൈഡ്രോളിക് വീക്കാലൊക്കെ വളരെ കുറവാണ് യൂസി വണ്ടികളിൽ. അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഓയിലൊക്കെ കറക്റ്റ് ഫില്ല് ചെയ്ത് ഓയിൽ ഫിൽറ്ററും ഓയിൽ സ്ട്രെയിനറൊക്കെ കറക്റ്റായിട്ട് ഒറിജിനലൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ലാത്ത വണ്ടിയാണ് യൂസി വണ്ടികൾ. അപ്പോൾ ജെ സീരീസിൽ വരുമ്പോൾ നമുക്ക് വാൽവ് ക്ലിയറൻസ് ആവശ്യം വരുന്നുണ്ട്. നല്ല ഓയിൽ കറക്റ്റ് പീരിയോഡിക്കലി മെയിൻറ്റെയിൻ ചെയ്യണം. കറക്റ്റായിട്ട് ഓയിൽ ചേഞ്ച് ചെയ്യണം. ഇൻലൈനായിട്ട് ഒരുപാട് ഹോളുകൾ, നാനോ ഹോളുകളുള്ള വണ്ടിയാണ്. അതായത് ഓയിൽ കൂൾഡ് ആൻഡ് എയർ കൂൾഡാണ് വണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഹോളുകളൊക്കെ ബ്ലോക്ക് ആവാനും ഓയിൽ സർക്കുലേഷൻ കുറയാനും, ഓയിൽ സർക്കുലേഷൻ കുറഞ്ഞിട്ട് വണ്ടിക്ക് ശബ്ദം വരാനും ബാരിങ്സ് വീക്കാനൊക്കെ വളരെ സാധ്യതയുണ്ട്. ബാരിങ്സ് വീക്കായിട്ടാണ് കൂടുതൽ വണ്ടികളൊക്കെ. ബാരിങ്സ് ക്രാങ്കൊക്കെ പ്രശ്നം വരുന്നുണ്ട്. ക്രാങ്ക് ഒത്തുറച്ച് ക്വാളിറ്റി ഇല്ലാന്ന് തോന്നുന്നു. എന്നാലും ബാരിങ്സ് വളരെ അധികം വീക്കാവുന്നുണ്ട് ജെ സീരീസ് വണ്ടികളിൽ. എൻജിൻ ഫുൾ ഓപ്പൺ ചെയ്യേണ്ടി വരും അങ്ങനെ സാഹചര്യങ്ങളിൽ. അപ്പോൾ അതും യൂസി വണ്ടികളിൽ അതുകൊണ്ടുള്ള ബാരിങ്സ് വീക്കാൽ വളരെ കുറവാണ് യൂസി വണ്ടികളിൽ കേട്ടോ. യൂസി വണ്ടി ബാരിങ്സ് വീക്കുക പറഞ്ഞാൽ ഞാൻ പറഞ്ഞ സീറോ എന്ന് തന്നെ പറയാം. പിന്നെ നമ്മളൊക്കെ എൻജിൻ അയക്കുന്ന സമയത്ത് സേഫ്റ്റിക്ക് വേണ്ടി ബാരിങ് മാറ്റുന്നത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും കംപ്ലയിൻ്റ് ആയിട്ട് എൻ്റെ ഒരു വർക്ക്ഷോപ്പിലേക്ക് ഇതൊരു ബാരിങ് കംപ്ലയിൻ്റ് ഒരു വണ്ടിയൊന്നും വന്നിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നറിയില്ല. നമ്മൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ബാരിങ് മാറ്റുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയ്ക്കും ജെ സീരീസ് വണ്ടികളിൽ ബാരിങ്സ് കംപ്ലയിൻസ് വരുന്നുണ്ട്. അപ്പോൾ അതും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ യൂസ്ഡ് വണ്ടിയിൽ എടുക്കുന്ന സമയത്ത് റിലയബിലിറ്റി അതാണ് നോക്കിയെന്ന് 2 വണ്ടി ഏകദേശം ഈക്വലാന്ന് തന്നെ പറയാം. 2 വണ്ടിക്ക് എഞ്ചിൻ കംപ്ലയിൻസ് വരുന്നുണ്ട്. ഏതാണ് മെയിൻ്റെനൻസ് ചെയ്യുന്നത്, കുറച്ചുകൂടി മെയിൻ്റെനൻസ് ഏറ്റവും കൂടുതൽ ആവശ്യം വരെ ജെ സീരീസ് വണ്ടികൾക്കായിരിക്കും കുറച്ചുകൂടി കെയറിങ് കൊടുക്കേണ്ട വണ്ടി. അതേമാതിരി BS6 വരുന്ന BS6 വരുന്ന എഞ്ചിൻ വൈസ് ഒന്നും അല്ല വിഷയം. BS6 ECM ഇലക്ട്രോണിക്സ് വൈസ് ആണ് വിഷയം ഉണ്ടാവുക. ECMൻ്റെ വിഷയങ്ങൾ, വാട്ടർ സർവീസ്, ബാറ്ററി, ഈ ഒരു കാര്യങ്ങളൊക്കെയാണ്. ഏറ്റവും അധികം ബാറ്ററി നമ്മൾ ശ്രദ്ധിക്കുക. ഹൈ പ്രഷർ വാഷ് ഉണ്ടല്ലോ, വാഷ് ചെയ്യുന്ന സമയത്ത് നല്ല ഉണങ്ങാൻ, അഥവാ നിങ്ങൾ വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ഡ്രൈ ആയതിനു ശേഷം മാത്രമേ വണ്ടി ഉപയോഗിക്കാൻ നോക്കുക. ഒരിക്കലും വാഷ് ചെയ്ത ഉടനെ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകരുത്. അത് ECMന് സെൻസറിനൊക്കെ വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന സംഗതിയാണ്. തുടക്കത്തിൽ ഉണ്ടായാലും നിങ്ങൾ അടിക്കടി ചെയ്യുന്ന സമയത്ത് പിന്നെ ഈ ഒരു പ്രശ്നം നിങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തന്നെ ചെയ്യുക, അത് സംശയമില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു 2 വണ്ടിയിലും പിന്നെ ടോർക്കിൻ്റെ കാര്യം, ലോ ആൻഡ് ടോർക്ക് ആഗ്രഹിക്കുന്ന ആളുകളാണല്ലോ സാധാരണ യൂസി വണ്ടിയിലേക്ക് പോകുന്നത്. ലോ ആൻഡ് ടോർക്ക് CI എഞ്ചിൻ്റെ കടപിടിക്കുന്ന CI എഞ്ചിൻ എന്ന് പഴയ മോഡൽ വണ്ടികൾ 2010 മുന്നുള്ള വണ്ടികൾ CI എഞ്ചിൻ, അതിൽ AVL എഞ്ചിൻ വന്നിട്ടുണ്ട്. അത് വേറെ കാറ്റഗറിയാണ്. CI എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത്. അപ്പോൾ ആ CI എഞ്ചിൻ്റെ ആ ഒരു പഞ്ച് കിട്ടുന്ന വണ്ടി തന്നെയാണ് യൂസിയിൽ വരുന്ന സ്റ്റാൻഡേർഡ് വണ്ടികളും KS വണ്ടികൾ, ES വണ്ടികളൊക്കെ കേട്ടോ. അപ്പോൾ അതേമാതിരി ലോ ആൻഡ് ടോർക്ക് ആസ്വദിച്ച് പോകാൻ പറ്റും എന്നുള്ള വലിയൊരു അഡ്വാൻറ്റേജ് എന്നാണ് യൂസി വണ്ടികളിൽ. അതേമാതിരി അതേ ലോ ആൻഡ് ടോർക്ക് ഏകദേശം ഇതിൽ തന്നെ ആസ്വദിക്കാൻ പറ്റും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ കാണിച്ചു തരാം, വലിയൊരു വിഷയമൊന്നുമില്ല. പിന്നെ പാർട്സുകൾക്ക് BS6 മുതൽ പാർട്സുകൾക്കെല്ലാം തന്നെ കുറച്ച് ഹൈ റേറ്റാണ്. കമ്പാരിറ്റീവ്ലി BS3 BS4 കമ്പയർ ചെയ്യുമ്പോൾ പാർട്സുകൾ കുറച്ച് വില കൂടുതൽ തന്നെയാണ്. ചില പാർട്സുകളൊക്കെ നല്ല വിലയാണ്. നമുക്ക് താൻ കഴിഞ്ഞോളൊന്നും ഉണ്ടാവില്ല ചില സമയങ്ങളിൽ. വണ്ടി എടുക്കുക എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു BS3 യൂസ്ഡ് വണ്ടി എടുക്കാനാണെങ്കിൽ റീസ്റ്റോറൊക്കെ ചെയ്ത് ഉപയോഗിക്കാൻ BS3 വണ്ടിയും BS4 വരെ വണ്ടി നല്ല വണ്ടികളാണ്. BS6 വണ്ടി കുറച്ചുകൂടി റിഫൈൻഡ് ആണ് വണ്ടി. ഫ്യൂൽ ഇഞ്ചക്ഷൻ വരുന്നതോട് കുറച്ച് സ്മൂത്തായിട്ട് റൈഡിങ് കിട്ടുന്നുണ്ട്. റിഫൈൻഡ് ആണ്, കുറച്ച് മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 2 വണ്ടികളിൽ യൂസി വണ്ടികൾ പിന്നെ ജെ സീരീസ് വണ്ടികളിൽ ഏറ്റവും മൈലേജ് കിട്ടിയത് വണ്ടി എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു യൂസി വണ്ടികൾ കുറച്ചുകൂടി മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു. കുറച്ചുകൂടി മൈലേജ് കിട്ടുന്നതായിട്ട് ആ കസ്റ്റമർ നല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു 30-35 ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ എക്സ്പീരിയൻസ് അങ്ങനെ തന്നെയാണ്. മാക്സിമം അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി മൈലേജ് നോക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ 350 cc ആണ് വണ്ടി എന്നുള്ളത് മനസ്സിലാക്കണം. അത് നോക്കിയിട്ട് വേണം ബാക്കിയുള്ള വണ്ടിയായിട്ട് കമ്പയർ ചെയ്യാനും മൈലേജ് വെച്ചിട്ടോ. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ടോർക്കാണെങ്കിൽ പറഞ്ഞു തരുന്നത്. സർവീസ് വൈസ് കാര്യങ്ങൾ പറഞ്ഞ് ഏകദേശം കുറഞ്ഞ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. യൂസ്ഡ് വണ്ടി എടുക്കുന്ന ആൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ജെ സീരീസ് എടുക്കുന്ന ആൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കൂടുതലായിട്ടും കവർ ചെയ്തപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാൻ കഴിഞ്ഞോളാം എന്നില്ല. ചില കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാവും. വിട്ടുപോയ കാര്യങ്ങൾ എന്തായാലും അടുത്ത വീഡിയോയിലും കവർ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ ഇത്രയും കാലത്തെ 10-25 വർഷത്തെ റോയൽ എൻഫീൽഡ് സർവീസിലെ എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ കാര്യങ്ങൾ സംസാരിക്കുന്നത്.
അപ്പോൾ ഞാൻ റോയൽ എൻഫീൽഡ് ട്രെയിൻഡ് മെക്കാനിക് കൂടെയാണ്. അപ്പോൾ ആധികാരികമായിട്ട് പല കാര്യങ്ങൾ ചിലപ്പോൾ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞോളണമെന്നുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലും വണ്ടി എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ വിളിക്കുന്നതിൽ അതൊരു ബുദ്ധിമുട്ടില്ല. ചില സമയങ്ങളിൽ ഫോൺ എടുക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് ക്ഷമിക്കണം. കഴിയുന്നത് വൈകുന്നേരം 7 മണിക്കും 10 മണിക്കും ഉള്ളിൽ വിളിക്കാൻ നോക്കുക കഴിയുന്ന ആളുകൾ. അതല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. മെസ്സേജ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ലോങ് ആയിട്ട് മെസ്സേജ് ചെയ്യരുത്. ഷോർട്ടായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് വെക്കുക. ലോങ് മെസ്സേജ് ചിലപ്പോൾ കേൾക്കാൻ കഴിഞ്ഞോളം ഉണ്ടാവില്ല. എന്തായാലും ഞാൻ മറുപടി ആൻസർ അങ്ങ് തരും. പിന്നെ ചില ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് പിന്നെ വണ്ടി കാണാതെ വണ്ടി ഇൻസ്പെക്ട് ചെയ്യാതെ ഒരിക്കലും അതിൻ്റെ കറക്റ്റ് സൊല്യൂഷൻ പറയാൻ കഴിയില്ല. മിക്കവാറും 75% കംപ്ലയിൻസ് നമുക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. 25% കംപ്ലയിൻസ് വണ്ടി നമുക്ക് കിട്ടിയതിന് ശേഷം മാത്രമേ ചില കംപ്ലയിൻസ് മനസ്സിലാവുള്ളൂ. എത്ര പറഞ്ഞ് ഫലിപ്പിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞോളം ഉണ്ടാവില്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഞാൻ ജെ സീരീസ് വണ്ടി ലോ ആൻഡ് ടോർക്ക് ആസ്വദിക്കാൻ ഞാൻ പറഞ്ഞില്ല. 30 ഗോൾഫിൽ സ്റ്റാൻഡേർഡ് വണ്ടി UC വണ്ടികൾ സ്റ്റാൻഡേർഡ് മാത്രമേ ലോ ആൻഡ് ടോർക്കുള്ള വണ്ടിയുള്ളൂ. അത് ക്ലാസിക് തണ്ടർബേർഡ് എന്ന് വെച്ച് ലോ ആൻഡ് ടോർക്കല്ല. ലോ ആൻഡ് തണ്ടർബേർഡ് എന്ന് പറഞ്ഞ ക്രൂസർ വണ്ടിയാണ്. മിഡ് റേഞ്ച് പെർഫോമൻസുള്ള വണ്ടിയാണ്. അതുമാതിരി തന്നെ ലോ ആൻഡ് ടോർക്ക് ആസ്വദിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്ന സ്റ്റാൻഡേർഡിനെ കമ്പയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ റോയൽ എൻഫീൽഡ് സ്റ്റാൻഡേർഡ് മാത്രമേ ലോ ആൻഡ് ടോർക്ക് ശരിക്കും കിട്ടുള്ളൂ. ഞാൻ UC ക്ലാസിക്കുമായിട്ട് ബന്ധപ്പെടുന്നതിന് ടോർക്ക് ഏത് വണ്ടിക്കാണ് കൂടുതൽ കിട്ടുക ഇപ്പം കാണിച്ചു തരാം. UC സ്റ്റാൻഡേർഡ് വരുന്ന ക്രാങ്ക് വെയിറ്റ് എന്ന് പറഞ്ഞാൽ അത് കമ്പയർ ചെയ്യുന്ന UC സ്റ്റാൻഡേർഡ് വെയിറ്റ് UC സ്റ്റാൻഡേർഡിന് ക്രാങ്ക് വെയിറ്റ് 10.3. ആ ഒരു കാറ്റഗറി 10.4-3 കാറ്റഗറിയിലാണ്. നമുക്ക് 10.5 ശരാശരി പറയാമെങ്കിലും കൂടെ അതിൻ്റെ കണക്ടറോടും മറ്റൊക്കെ ഒഴിവാക്കി കഴിഞ്ഞ ശേഷമുള്ള വെയിറ്റ് നോക്കുമ്പോൾ 10 കിലോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഓടുന്ന എത്ര കിലോമീറ്റർ സ്പീഡിലാണ് നോക്കുക. 30 km/h ആണ് ഈ വണ്ടി ഇപ്പോൾ ഓടുന്നത്. അത് സ്റ്റേബിൾ അല്ല വണ്ടി, ചെറുങ്ങനെ ഇടിച്ച് കളിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ സ്റ്റേബിളാണ് കിലോമീറ്റർ സ്പീഡ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് 40 km/h വണ്ടി സ്റ്റേബിളായിട്ടുണ്ട്. അത് മനസ്സിലാക്കുക. വെറും 6 കിലോ മാത്രം വെയിറ്റ് വരുന്ന ക്രാങ്കാണ് ഇതിന് കിടക്കുന്നത്. 10.5 കിലോഗ്രാം വെയിറ്റ് വരുന്ന വണ്ടിയാണ് സ്റ്റാൻഡേർഡ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു രീതിയിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെയൊക്കെ ലോ ആൻഡ് ടോർക്ക് ശരിക്കും കിട്ടുന്ന വണ്ടി ഇത് തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ. കമ്പാരിറ്റീവ്ലി ഞാൻ പറയുന്നത് ഇത് വെച്ചിട്ട്, അതായത് ക്രാങ്കിൻ്റെ വെയിറ്റ് വെച്ചിട്ട് ഇതിൻ്റെ ടെക്നോളജിയാണ് ഇതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് കേട്ടോ. അപ്പോൾ 40 km/h സ്പീഡിൽ വണ്ടി ഓടിക്കാൻ നമ്മൾ പറ്റും ലോ സ്പീഡിൽ. ക്ലാസിക് ഒരിക്കലും അങ്ങനെ പറ്റില്ല. അതായത് UC ക്ലാസിക് ഒരിക്കലും നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പറ്റില്ല. ആ ടോർക്ക് ആസ്വദിച്ച് പോകാൻ ജെ സീരീസിനേക്കാൾ എന്തുകൊണ്ടും UC ക്ലാസിക്കിനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ ക്ലാസിക് ജെ സീരീസ് തന്നെയാണെന്ന് യാതൊരു സംശയമില്ലാതെ പറയാം. പക്ഷേ ടോർക്ക് ആസ്വദിക്കുന്ന ആളുകൾ ലോ ആൻഡ് ടോർക്ക് ആസ്വദിക്കാമെന്ന് ആ ഒരു വല്ലാതെ ആഗ്രഹമുള്ള ആളുകൾ സ്റ്റാൻഡേർഡ് വണ്ടി മാത്രം സെലക്ട് ചെയ്യുക. അതായത് UC സ്റ്റാൻഡേർഡ്, UC KS, അതായത് BS6 വന്നിട്ടുള്ള KS വണ്ടി, അതുപോലെ ഇലക്ട്രിക് സ്റ്റാർട്ട് വരുന്ന ES വണ്ടികൾ മാത്രം സെലക്ട് ചെയ്യുക. ഒരിക്കലും ക്ലാസിക് ഒരു ലോ ആൻഡ് ടോർക്ക് ആസ്വദിക്കാൻ പറ്റിയ വണ്ടിയല്ല. പക്ഷേ ജെ സീരീസിൽ വരുന്ന എല്ലാ വണ്ടികളും, അതായത് ജെ സീരീസ് വരുന്ന എല്ലാ വണ്ടികളും 6 കിലോ ക്രാങ്ക് വെയിറ്റ് വരുന്ന വണ്ടിയാണ്. സെയിം പെർഫോമൻസ് ആണ്, ഒരു മാറ്റവും വരുന്നില്ല. ഒരു വണ്ടി ഏതൊരു വണ്ടികൾ എടുത്താലും 100 ആണെങ്കിലും മെറ്റിയോർ ആണെങ്കിലും ക്ലാസിക് ആണെങ്കിലും ഈ എഞ്ചിൻ വരുന്ന ഏത് വണ്ടി എടുത്താലും സെയിം പെർഫോമൻസ് ആണ് കിട്ടുക. അത് നിങ്ങളെ ബോഡിയായിട്ട് ഏതാണ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആവുക, നിങ്ങളുടെ പ്രൈസാണ് നിങ്ങൾക്ക് ഏതാണ് വിലയായിട്ട്, അതായത് നിങ്ങൾക്ക് ക്യാഷുമായിട്ട് വില വെച്ച് നോക്കുമ്പോൾ ഏതാണ് നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന വണ്ടി സെലക്ട് ചെയ്യാമെന്ന് മാത്രമേ പറയാനുള്ളൂ. ഒരു വണ്ടിയും പെർഫോമൻസ് വൈസ് ഒരു വണ്ടിയും മുന്നിലും ഒരു വണ്ടിയും പുറകിലും അല്ല, എല്ലാം സെയിം ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ ഞാൻ പറയുന്ന വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകൾ എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്ത് കാര്യങ്ങളാണെങ്കിൽ അറിയേണ്ടത് വെച്ചാൽ കമൻറ്റ് ചെയ്താൽ എനിക്ക് മാക്സിമം ഞാൻ ആ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ഞാനിതൊന്നുകൂടി സ്ലോ ആക്കിയിട്ട് ഇതിൻ്റെ ടോർക്ക് ഒന്നുകൂടി കാണിച്ചു തരാനുണ്ടോ. അതായത് ഇപ്പം ഇറങ്ങി വന്നതാണ്, ഞാൻ സ്ലോ ഡൗൺ ചെയ്യുകയാണ്. ഇപ്പം നോക്കുക. പക്ഷേ 30 സ്റ്റേബിളല്ല. ഏത് കിലോമീറ്ററിലാണ് സ്റ്റേബിൾ ആവണമെന്ന് നോക്കാം നമുക്ക്. നിയർ 40 നോക്കുക.
നിയർ 40, 35ൻ്റെ മുകളിൽ വണ്ടി സ്റ്റേബിളാണ്. ഈ സ്റ്റേബിളാണ് വണ്ടി കുറച്ച് കിലോമീറ്റർ ഓടിയ വണ്ടികൾ മാത്രമേ ഇങ്ങനെ ശരിക്കും സ്മൂത്തായിട്ട് ഓടുന്നുള്ളൂ കേട്ടോ. പുതിയ വണ്ടികളൊന്നും ഈ ഒരു ചിലപ്പം എടുത്ത് കിട്ടിക്കോളണം. ഒരു 50, 40, 50, 60 കിലോമീറ്റർ സ്പീഡ്, 60 കിലോമീറ്റർ വണ്ടികളൊക്കെ നല്ല ലോ ആൻഡ് ടോർക്ക് കിട്ടുന്ന വണ്ടികളാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോയിൽ പല കാര്യങ്ങളും ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്ന പല കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും. ചിലപ്പോൾ നെഗറ്റീവ്സ് ആണെങ്കിലും പോസിറ്റീവ്സ് ആണെങ്കിലും ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത് മാത്രമല്ല ഒരുപാട് കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ പേഴ്സണലി എല്ലാ വണ്ടികളും ഉപയോഗിക്കുന്ന ആളാണ്. അപ്പോൾ നമ്മൾ ഒരു വണ്ടിയുടെ കംപ്ലയിൻസ്, ഒരു വണ്ടി ഒരിക്കലും നമ്മൾ ഓടിച്ചിട്ട് അതിൻ്റെ കംപ്ലയിൻസ് ആയാലും നമ്മൾ പറയില്ല. നമ്മൾ ഏത് ഗ്രാജുവലി വരുന്ന ഒരു കംപ്ലയിൻസ് നമ്മളെ വണ്ടീൻ്റെ കംപ്ലയിൻസ് നമ്മൾ സെറ്റായി പോട്ടോ. അപ്പോൾ ആ വണ്ടീൻ്റെ കംപ്ലയിൻസ് നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നുണ്ടാവില്ല. ഗ്രാജുവലി വരുന്ന കംപ്ലയിൻസ് ഒന്നും അത് അങ്ങനെ തന്നെ ഓടി നമ്മളെ കംപ്ലയിൻസ് വണ്ടിയുടെ സെറ്റായി പോകും. അതുകൊണ്ട് വേറൊരു വണ്ടി ഓടിച്ചതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കാർബറേറ്റർ വണ്ടികൾക്ക് അന്യമായ മാർക്കറ്റ് വില വല്ലാതെ ഡീലർമാർ നിങ്ങളെ പറ്റിക്കുന്ന രീതിയിലുള്ള മാർക്കറ്റ് വില ഉണ്ട്. അതിൽ നിന്നൊക്കെ സ്കിപ്പ് ചെയ്യുക കേട്ടോ. അല്ലാതെ വില ഒന്നും കൊടുത്ത് വണ്ടി വാങ്ങിക്കേണ്ട കാര്യമില്ല. ജെ സീരീസ് വണ്ടി ചെറിയ വിലക്ക്, അതായത് ചെറിയ ഡിഫറൻറ്റിനൊക്കെ ആണെങ്കിൽ ജെ സീരീസ് വണ്ടി തന്നെ ആയിരിക്കും കുറച്ചുകൂടെയൊക്കെ നന്നാവുക. ബുള്ളറ്റിൻ്റെ ടോർക്ക് തന്നെ വേണം അല്ലാത്തവർക്ക് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.